എറണാകുളം വടക്കേക്കര പഞ്ചായത്തിൽ CPIയും CPI തർക്കം. പ്രസിഡന്റ് സ്ഥാനം ടേം വ്യവസ്ഥയിൽ വേണമെന്ന് CPI. 21 സീറ്റിൽ CPM-ന് 7, CPIക്ക് 4, കോൺഗ്രസിന് 9, BJPക്ക് 2 സീറ്റുകൾ ആണ് കക്ഷിനില. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നിതിൻ, ഈ ടേം വ്യവസ്ഥ ഇപ്പോൾ പലയിടങ്ങളിലും ഉണ്ട്. മാത്രമല്ല, ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പല സ്ഥലത്തും ഈ ടേം വ്യവസ്ഥയ്ക്ക് വേണ്ടി ചില സമുദായങ്ങൾ പോലും വാശി പിടിക്കുന്നു എന്നുള്ളതാണ്. പറയും. എറണാകുളം ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ ഇടതുമുന്നണിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി നേടിയ ഒരു ജില്ല കൂടിയാണ്. കാരണം ഗ്രാമപഞ്ചായത്തുകളിലാകെ ഏതാണ്ട് ഒരു 69 82-ൽ 69 ഇടത്തും UDF-നാണ് മേൽക്കൈ നേടിയത്. വളരെ ചുരുക്കം ഗ്രാമപഞ്ചായത്ത് മാത്രമേ ഇടതുമുന്നണി ഭരിക്കുന്നുള്ളൂ. ആ ഇടതുമുന്നണി നേരത്തെ ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്താണ് വടക്കേക്കര പഞ്ചായത്ത്. ആ വടക്കേക്കര പഞ്ചായത്ത് ഇത്തവണ ഇടതുമുന്നണിക്ക് നിലനിർത്താൻ സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ CPI ചില തർക്കം ഇതിനെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. CPI ഒരു ഭീഷണി തന്നെയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. കാരണം ആകെ 21 സീറ്റിൽ ഏതാണ്ട് 7 CPIM-ഉം 3 CPIയും വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ 10 സീറ്റിന്റെ മേൽക്കൈ ഇടതുമുന്നണിക്കുണ്ട്. UDF 9 BJP 2 വിജയിച്ചത്. ഇതിലിപ്പോൾ ടേം വ്യവസ്ഥയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വേണമെന്നൊരാവശ്യമാണ് CPI മുന്നോട്ട് വെച്ചത്. അർഹമായ പ്രാതിനിധ്യം വേണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയൊന്നും തന്നെ ധാരണയാകാതെ പിരിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ 10 തന്നെ അധ്യക്ഷൻ ആര് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അതിന്റെ അവസാന മണിക്കൂറുകളൊക്കെ തന്നെ ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. KS അനീഷ് എന്ന ഒരു സ്ഥാനാർത്ഥിയാണ് CPM നിർത്തിയിരിക്കുന്നത്. CPI-യുമായി യാതൊരു ചർച്ചയുമില്ലാതെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെന്നൊരു പരാതി CPI-ക്കുണ്ട്. അതുകൊണ്ട് തന്നെ CPI-നെ ഒരു അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഈ ചർച്ചകൾ അനുനയിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് CPM ഉള്ളത്. അവസാനവട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വടക്കേക്കര പഞ്ചായത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രതിസന്ധി, ഈ CPM-ഉം CPM തമ്മിലൊരു തർക്കം അവിടെ നിലനിൽക്കുന്നത്. എന്തായാലും പഞ്ചായത്ത് ഭരണം ആര് നേടുമെന്നൊരു ആകാംക്ഷയിലാണ്. പ്രത്യേകിച്ചും UDF-ന് അവിടെ 9 സീറ്റുണ്ട്. താങ്ക് യു നിതിൻ അംബുജൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.